ഇത് ഒരെണ്ണത്തിനാണോ ഒരു പാക്കറ്റിനാണോ വരുന്നത്? പാക്കറ്റിന് 35 രൂപ. ഇത് ഒരു പാക്കറ്റ് മൊത്തം 12 പീസ് ഉണ്ടാവും. 12 പീസ് 35 രൂപ. ഇതിന് എത്ര ആയിരിക്കും പിന്നെ കുന്തിരിക്കത്തിന് ഇതൊക്കെ 200 രൂപ വില വരുന്ന കുന്തിരിക്ക? നല്ല ഫസ്റ്റ് ക്വാളിറ്റി, നല്ല മോഡൽ, നല്ല കുന്തിരിക്കാണ്, നല്ല സ്മെല്ലുള്ളതും കുന്തിരിക്കാനാട്ടോ. ഇത് ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പുകളുണ്ട്. ഇതോ തന്നെയല്ലേ സാധനം? മറ്റേ അതിന്റെ വേറെ മോഡലായിട്ട് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത്. പിന്നെ ക്യാൻഡിൽ സ്റ്റാൻഡുകൾ, മെഴുകുതിരി വെക്കാനുള്ള ഒരു മെഴുകുതിരി എത്തിച്ച് വെക്കാനുള്ള അങ്ങനത്തെ ടൈപ്പ് സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ നമുക്ക് മാതാവിന്റെ ഒക്കെ കിരീടങ്ങള് പല വലിപ്പമുണ്ട്. ഇതിപ്പോ 1 അടിയുടെയും 1.5 അടിയുടെ ഒക്കെ വെക്കാൻ പറ്റിയ ടൈപ്പിൽ വരുന്നതാണ്. അതിന്റെ വലുതുകളുണ്ട്, 2.5 അടിയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് എന്തായിരുന്നു? അത് കുന്തിരിക്കത്തിരി. കുന്തിരിക്കത്തിരി ചന്ദനത്തിരി പോലെ തന്നെ കുന്തിരിക്കത്തിന്റെ സ്മെല്ലായിരിക്കും കത്തുമ്പോ. ഇത് എത്ര രൂപ പറഞ്ഞത്? 25 രൂപ ഒരു റൗണ്ടിന്. 25 രൂപ ആയിക്കോട്ടെ. ഇത് പറയണം ആ ഒരു ടൈപ്പ്. കുന്തിരിക്കും കുറച്ചും കൂടി മറ്റേനേക്കാളും കുറച്ചും കൂടി സെക്കൻഡ് ടൈപ്പ് വരുന്നത് 260 റേഞ്ച് വരുന്നത് കേട്ടോ. ആ ഒരു ടൈപ്പ് ഉണ്ട് കുന്തിരിക്കത്ത്. പിന്നെ ഇവിടെ കീ ചെയിനുകൾ, അതായത് മൊത്തം കീ ചെയിനുള്ള പല ടൈപ്പ്. ജീസസിന്റെ പേര് വരുന്നത്, കുരിശിന്റെ വരുന്നത്, അങ്ങനെ മാതാവിന്റെ ഉള്ളത്. ഇത് കുറച്ചും കൂടെ നല്ല അങ്ങനത്തെ പല ടൈപ്പ്, ഇഷ്ടംപോലെ ടൈപ്പ് കൂടെ അവൈലബിൾ ഉണ്ടോ? ചെയിനുകൾ നമുക്ക് സ്റ്റീലിന്റെ അത് കൊന്ത സ്റ്റീലിന്റെ കൊന്തയാണ് കേട്ടോ അതേ വരുന്നത്. ആ ഒരു ടൈപ്പ് മോഡൽ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാടുണ്ട് കേട്ടോ. അത് ഇഷ്ടംപോലെ കൂടെ കിട്ടും. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് കുരിശ് വുഡിന്റെ ഉണ്ട്. ഫുള്ള് വുഡ് വരുന്ന ടൈപ്പ് ഉണ്ട്. ഇതില്ലേ ഫുള്ള് വുഡ് വരുന്ന ടൈപ്പാണ്. അത് ഇതും ഫ്രെയിമും സ്റ്റാച്യൂസും ഫുള്ള് വുഡ് വരുന്ന ടൈപ്പാണ്. വുഡ് വരുന്ന ടൈപ്പ്. ഇത് വുഡ് ഫ്രെയിം വുഡ് ആയിരിക്കും. പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ് ബാക്കിയൊക്കെ. ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്കത് സ്റ്റിക്കേഴ്സുകൾ, ഇത് സ്റ്റിക്കറാണ്, ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ ഉണ്ട് കേട്ടോ. അതേ ഇവിടെ പല ടൈപ്പ് ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്, പല ടൈപ്പ് ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഗ്ലോബുകൾ അവിടെ നമ്മൾ കണ്ട പോലത്തെ മെഴുകുതിരിയുടെ ഇതിൽ വെക്കുന്ന ഗ്ലോബുകളാണ് കേട്ടോ മൊത്തം ഇരിക്കുന്നത് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് മെഴുകുതിരി സ്റ്റാൻഡുകളല്ലേ, മെഴുകുതിരി സ്റ്റാൻഡുകളുണ്ട്. ഇത് സ്റ്റീലിന്റെ ആണോ? സ്റ്റീലിന്റെ ആണ്. ഇതിന് വെറൈറ്റി ആണുള്ളത്. ചന്ദനത്തിൽ കത്തിക്കാനുള്ള അത് ചന്ദനത്തിനെ കത്തിക്കുക, അല്ലെങ്കിൽ ഇതിനുള്ള വയ്ക്കുക. മരത്തിന്റെ ചിരട്ടയുടെ ഇതിലിങ്ങനെ കുത്തി ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ കുന്തിരിക്കും കുന്തിരിക്കും ഇലക്ട്രിക്, അതായത് കുന്തിരിക്കാൻ പോകാൻ ഇലക്ട്രിക്കിന്റെ മെഷീൻ. ഇത് കണക്ട് ചെയ്തിട്ട് കുന്തിരിക്ക ഇടും. ഇത് എത്ര റേറ്റ് ആയിരിക്കും ഉണ്ടാവുക? ഇതിന് 320 രൂപ വരുന്നുണ്ട്. 320 രൂപ ഇലക്ട്രിക്കിന്റെ സാധനം ഉണ്ട്. അതായത് കുത്ത ഇതിലേക്ക് കുന്തിരിക്കാം. ഇത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ അത്യാവശ്യം പുകയുണ്ടാവില്ല, സ്മെല്ല് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് തീ ഉണ്ടെങ്കിലാണ് അത് കനലുണ്ടെങ്കിൽ പുക വരുള്ളൂ. ഇത് സ്മെല്ല് മാത്രമേ ഉരുകി സ്മെല്ല് വന്നോണ്ടിരിക്കും. പിന്നെ അങ്ങനത്തെ ഐറ്റംസുകൾ ഇത് ഇവിടെ ഉണ്ട്. കുന്തിരിക്കാൻ പോകാൻ ഇലക്ട്രിക്കിന്റെ മെഷീൻ അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ചന്ദനത്തിരി വെക്കുന്ന അങ്ങനത്തെ സ്റ്റീലിൻ്റെ അതിൻ്റെ തന്നെ മറ്റേ അത് രണ്ട് വലിപ്പമുണ്ട്. ചിരട്ടയുടെ ഉണ്ട്. പിന്നെ ഇത് വേറെ മോഡല് ഇതുണ്ട് ഇവിടെ 4 വയ്ക്കാൻ പറ്റിയ ടൈപ്പല്ലേ. പിന്നെ ഇത് മരത്തിൻ്റെ ഈട്ടിൻ്റെ തടിയിൽ അതിൻ്റെ അവൈലബിൾ ഉണ്ട്. പിന്നെ അത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മറ്റേ മെഴുകുതിരി സ്റ്റാൻഡുകൾ അവിടെ ഈ താഴെയിരിക്കുന്ന മൊത്തം സാധാരണ ടൈപ്പ്. ഇത് ഈ ടൈപ്പൊക്കെ ഗ്ലോബ് വെക്കാൻ പറ്റിയ ടൈപ്പുകളാണ് കേട്ടോ അതുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ കണ്ടു നേരത്തെ കുന്തിരിക്കം, ക്വാളിറ്റി ഉള്ള കുന്തിരിക്കം അതാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് മെഴുകുതിരി കത്തിക്കാനുള്ള ചെറുത് ഇങ്ങനെ ഇറക്കി വെക്കുന്നത്. അതിങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വെളിച്ചം വരും. ആ ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഇതൊക്കെ പോളി മാർബിളിന്റെ അതാണ്. ഇത് കാർലോ കോട്ടേഴ്സിന്റെ രൂപങ്ങളല്ലേ.
അതെ അതിന്റെ ആളുടെ രൂപങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ പിന്നെ ഇത് അൽഫോൻസമ്മയാണോ? അൽഫോൻസമ്മയുടെ കൃപാസന മാതാവ്, കൃപാസനത്തിന്റെ മാതാവാണ്ടത് ഇരിക്കുന്നത്. ആ ഒരു ഇതുണ്ട്. പിന്നെ കാർലോക്കോട്ടസിന്റെ കുറച്ചും കൂടെ വലുത് മോഡൽ വേണമെങ്കിൽ ഇത് അതുകൂടെ അവൈലബിൾ ആണ്. അങ്ങനെ പല ടൈപ്പ്. ഇത് ഗീവറീസ് പുണ്യാളന്റെ ഇതുണ്ട്. ഇതൊക്കെ പോളി റെസിൻ ആട്ടോ. നല്ല മെറ്റീരിയലാണ്. പോളി മാർബിൾ നല്ല മെറ്റീരിയലാണ്. ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ. അതെ ഇവിടെ വരുന്നത്. അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇതെന്തായിരുന്നത്? ഇത് രുദ്രാക്ഷത്തിന്റെ 10 മണി കൊന്ത വരുന്നത്. രുദ്രാക്ഷം മോഡൽ വരുന്നത് ഒറിജിനൽ രുദ്രാക്ഷമാണ് കേട്ടോ അത് വരുന്നത്. അതിന്റെ കൊന്തയാണത് ഇവിടെ ഉള്ളത്. ഇതിരിക്കുന്നത് ഇത് വുഡ്, മറ്റേ കരിങ്കാലി വുഡ് എന്ന് പറയും. അതിൽ തന്നെ പല 2 വലിപ്പത്തില്. ഇത് റെഡ് സാൻഡലിന്റെ ബീഡ്സ് ആണ്. ആ ഒരു ടൈപ്പ് കൊന്ത അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതൊക്കെ നല്ല കോസ്റ്റ്ലി വിലയുണ്ട് ആ വരുന്നതാണ്. പിന്നെ ഇത് നമ്മൾ കണ്ട പോലത്തെ കൊന്തകളല്ലേ, പല ടൈപ്പ് കൊന്തകൾ വരുന്നതാണ്. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ട്. പിക്ചറുകളുണ്ട്. കാർഡിന്റെ മോഡല് വരുന്നത് ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ കൊന്തകൾ പിന്നെ ചെറിയ നമ്മളെ ഇതിന്റെ രൂപം എഴുന്നള്ളിച്ച് വെച്ചാൽ അതിന്റെ രൂപങ്ങൾ, അതിന്റെ പല ടൈപ്പുകൾ. ഇത് കാറിൽ വെക്കാവുന്ന മാലാഖയുടെ 4 കളർ ഉണ്ട്. ഗോൾഡ്, സിൽവർ, കാറിൽ വെക്കാവുന്ന ടൈപ്പ് കേട്ടോ. അതിന്റെ വലുതുണ്ട്. പിന്നെ വലുതാണ് ഇത് വരുന്നത്. പിന്നെ ഇത് കുരിശ്, ഇത് കാറിൽ വെക്കാൻ പറ്റിയ കുരിശുകളാണ് ഇത് ഇവിടെ വരുന്നത്. ഇത് ബാൻഡിക്കിന്റെ ലോക്കറ്റുകൾ പല വലിപ്പങ്ങളുണ്ട്. പല കുരിശുകൾ, വുഡിന്റെ ചെറിയ കുരിശുകൾ അതുണ്ട് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് വലിയ കൊന്തകൾ ഇരിക്കേണ്ടത്. ഇതൊക്കെ എല്ലാം ഫോട്ടോ റോസറികൾ എന്ന ടൈപ്പാണ്. അതെ ഈ മോഡൽ ഇങ്ങനെ ഇത് വലിയ കൊന്താണ്ടോ. വലിയ നമുക്ക് മറ്റേ എവിടെയെങ്കിലൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ കൊന്തകളാണ്. ഒരുപാട് ഇവിടെ അവൈലബിൾ ആയിട്ട് പോകുന്ന കൊന്തകളാണ്. ഇനി ഇവിടെ സ്ലീപ്പിംഗ് സെന്റ് ജോസഫിന്റെ രൂപങ്ങളാണ്. ഇത് വലിയത് മുതല് നല്ല വലിയത് മുതല് ചെറുത് വളരെ നല്ല ചെറുത് വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് സ്ലീപ്പിംഗ് സെന്റ് ജോസഫിന്റെ രൂപങ്ങൾ വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് വേളാങ്കണ്ണി മാതാവാണ്. ചെറിയ കാറിൽ വയ്ക്കാൻ പറ്റിയ മോഡൽ ടൈപ്പ് കണ്ടത്. ഇത് കാറിലൊക്കെ വയ്ക്കാൻ പറ്റിയ ടൈപ്പ് വരുന്നത്. പിന്നെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ രൂപങ്ങളുണ്ട്. ചെറുത് മുതൽ വലുത് വരെ വരുന്ന ടൈപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ്. പൊട്ടിക്കണ്ട കേട്ടോ, കുഴപ്പമില്ല. അങ്ങനത്തെ രൂപങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നോർമൽ മാതാവിൻ്റെ, പിന്നെ ഇത് നേരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആ ഒരു സംഭവമാണ് ഉണ്ടാവുക വരുന്നത്. അതിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് എന്തായിരുന്നു ടൈപ്പ്? യേശു ഒരു പെൺകുട്ടി ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ കൊടുക്കുന്നതാണല്ലോ, ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ആ ഒരു ടൈപ്പ് കൂടെ പെൺകുട്ടിയുടെ ഉണ്ട്, ആൺകുട്ടിയുടെ ഉണ്ട്. അതിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് വലിയ മെഴുതിരി സ്റ്റാൻഡാണ്. മെഴുതിരി സ്റ്റാൻഡുകൾ വലിയ ടൈപ്പ് മോഡൽ വരുന്നത്. ഈ കൊന്താണ് നല്ല രസമുണ്ടല്ലോ. ഇത് ഫോമിന്റെ വലിയ ഫോട്ടോ റോസറിയാണ്. ഇത് വലിയ കൊന്തയുണ്ടോ? വലിയ ഇതും ക്യാൻഡി സ്റ്റാൻഡാണ്. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ്. അങ്ങനത്തെ സ്റ്റാൻഡ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് പിന്നെ കുന്തിരിക്കാൻ പോയിക്കാനുള്ളതല്ല. ഇത് ഊതൊക്കെ പോയിക്കാനും കുന്തിരിക്കും പോയിക്കാനല്ല, പിന്നെ ക്യാൻഡി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. ഊതൊക്കെ പോയിക്കാനും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ്. പിന്നെ ഇത് ജെൽ തിരികളും അങ്ങനത്തെ പല ടൈപ്പ് തിരികളാണ്. ഇതെന്തായിരുന്നു സാധനം? ഇത് ഇങ്ങനെ ഊതന്നെ. സോറി, ഊതല്ല, ഇത് സാൻഡലിന്റെ ചന്ദനത്തിരി മോഡൽ തന്നെ. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് 140 രൂപ വരുന്ന ടൈപ്പ്. ഇതിങ്ങനെ കത്തിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വെക്കൂല്ലേ, ഒരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട്? സ്റ്റാൻഡ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കൂട്ടോ. ആ ഒരു മറ്റേ വീട്ടിലത്ര നല്ല സ്മെല്ലൊക്കെ വരാനും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ ആ ഒരു ടൈപ്പ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ മാതാവും യേശുവിന്റെ പിയാത്ത രൂപം പല ഇതുകളുണ്ട് കേട്ടോ. അത് പല വലിപ്പങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ കളറിലും ഇതിലൊക്കെ അവൈലബിൾ ആണ്. ഇത് തിരുക്കുടുംബത്തിന്റെ മാലാഖ വരുന്നതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്.
അങ്ങനത്തെ ഒരു മോഡലുകൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോട്ടോ ഫ്രെയിമുകൾ LED ലൈറ്റുള്ള ടൈപ്പുകളാണ്. LED ലൈറ്റ് വരുന്ന ടൈപ്പുകളാണത് ഇതൊക്കെ. ഇത് മറ്റേ നമ്മുടെ ലാസ്റ്റ് സപ്പറിന്റെ തിരുക്കുടുംബത്തിൻ്റെ ഇവിടെ ഉണ്ട്. പിന്നെ മറ്റേ പരിശുദ്ധാത്മാവിൻ്റെ ഇതാളാണ് ഇവിടെ മൊത്തം അങ്ങനെ വെച്ച് ചെയ്യുന്നത്. പിന്നെ കുരിശുകളുണ്ട് കുറേ വെച്ചിട്ടുണ്ട്. ഇത് ഒറ്റ തടിയിൽ ചെയ്തതാണോ? വുഡിൻ്റെ ഏട്ടാ, വുഡില് ചെയ്തതാണ്. ഇത് ഫ്രെയിം വേറെ, ഫ്രെയിം വേറെയാണ്. ഇത് ബാക്കി വുഡില് ചെയ്തതാണ്. ലാസ്റ്റ് സപ്പറിന്റെ ഒരു ഇതാണ്, കാർവിംഗ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അത് ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതുണ്ട്. ഇത് നമുക്ക് ഒരു മറ്റേ ക്രിസ്മസിനൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഇതാണ്. ഉണ്ണീശോടെ ചെറിയ ഒരു ഇത് ഉണ്ട്. അങ്ങനത്തെ ടൈപ്പുകൾ കുറേ അവൈലബിൾ ആണ്. പിന്നെ ക്യാൻഡിൽ സ്റ്റാൻഡുകൾ കേട്ടോ. സോറി, ഇത് ക്യാൻഡിലുകളോട് ഇരിപ്പുണ്ട് കേട്ടോ. അത് പല ടൈപ്പ് ക്യാൻഡിലുകളാണ്. ഇത് ചെറിയ മറ്റേ അങ്ങനത്തെ ക്യാൻഡിലുകളുണ്ട്, കളറുകളുണ്ട്, വൈറ്റും ഉണ്ട്, അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇത് നോർമൽ ഇതില്ല, നോർമൽ ക്യാൻഡിലാണ് വരുന്നത്. നമ്മൾ നോർമലി കത്തിക്കുന്ന ചെറിയ ടൈപ്പ്. അതിന്റെ പല പല സൈസുകളും അതുപോലെ തന്നെ നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ അതിന്റെ സ്റ്റിക്കാണ്. സ്റ്റിക്ക് വരുന്നത്. ഇതിന് എത്ര രൂപ വരുന്നത്? ഇത് 200 രൂപ വരുന്ന ടൈപ്പ്. 200 രൂപ വരുന്നത്. ഇതിങ്ങനെ കത്തിച്ച് വെക്കാവുന്നതല്ലേ? സ്റ്റാൻഡും കത്തിച്ച് വെക്കാം. ആ ഒരു ടൈപ്പ് ഫുള്ള് വേണ്ടെന്നുണ്ടെങ്കിൽ ഒടിച്ചൊടിച്ച് വെക്കാം. നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം. ആ ഒരു ടൈപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ പല ഫ്ലേവർ ഉണ്ട്. ഫ്ലോറൽ ഡിലൈറ്റ്, ഊത്, സാൻഡില്, റോസ്, അങ്ങനെ പല ടൈപ്പുകളുണ്ടല്ലോ. ഊതൊക്കെ ഉണ്ട്, ഊതിന്റെ ഒക്കെ ഉണ്ട്, ചെറിയ പില്ലർ ക്യാൻഡിലുകൾ ഉണ്ട്. പിന്നെ ക്യാൻഡിലുകൾ പല ടൈപ്പ് കളർഫുൾ തിരികളുണ്ട്. പിരിയന്തിരിയുടെ വരുന്നത്, പിരിയന്തിരി വരുന്ന അങ്ങനത്തെ കുറേ ടൈപ്പുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ഐറ്റംസുകൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഇവിടെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ അടുത്ത ലൊക്കേഷനും ചാലക്കുടിയിൽ നിന്ന് എറണാകുളം റൂട്ടില് ചാലക്കുടിയിൽ നിന്ന് 2 കിലോമീറ്റർ. അതായത് നമ്മൾ മുരിങ്ങൂര് പഴയ പാലം കയറുന്നതിന് തൊട്ട് മുന്നേ, പഴയ പാലം കയറാതെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് റോഡിന്റെ എൻട്രൻസ് തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് തൊട്ടടുത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അത് കാണാൻ പറ്റും. ലൊക്കേഷനും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതേപോലെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ചേട്ടൻ ഓൺലൈനായിട്ട് പറയുന്നവർക്ക് ചെയ്ത് കൊടുക്കും. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചെറിയ ചെറിയ ഐറ്റംസുകളല്ല, അത്യാവശ്യം കൊടുക്കും. ഡെലിവറി ചാർജ് ഉണ്ടാവും. അപ്പൊ അത് കൊടുക്കാം. അപ്പൊ ചെയ്തു തരും. അപ്പൊ അത് ഓൺലൈൻ ഡെലിവറി ചോദിക്കുന്നവർക്ക് അത് അവൈലബിൾ ആണ്, ആള് ചെയ്തു തരും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം ഞാൻ ഇടാം. അപ്പോൾ ചേട്ടാ, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.